ടച്ചിങ്സ് ഒന്നും ഇല്ലടേ. ഞാൻ ഒക്കെയാണ് അടിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് മാജിക് മൊമെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതെന്താണ് അത് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. ഒരാൾ തികഞ്ഞ മദ്യപാനിയാകുമോ? ഡിനോസർ വരെ വംശനാശം സംഭവിച്ചു പോയി. പക്ഷെ ഇപ്പോഴും വംശനാശം സംഭവിക്കാത്ത ചില ഡിനോസറിനേക്കാൾ വലിയ മൃഗങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എന്തെങ്കിലുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ തികച്ചും യാദർച്ഛികം മാത്രമാണ്. അതിലെ വെറുതെ എന്തിനാടാ ഇവക്കൊക്കെ റീച്ച് കൊടുക്കുന്നത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. രേണുസുതി എവിടെ കിടക്കണം, ഞാൻ എവിടെ കിടക്കണം, ഇങ്ങനെ ചിന്തിക്ക്. രേണുസുതിയൊക്കെ ഹൈപ്പിലല്ലേ നിൽക്കുന്നത്, ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്ക്. അപ്പം ഞാനായിട്ട് റീച്ച് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് കണക്കുണ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ പറയണം, നമ്മളെപ്പോലുള്ളവർ പറയണം. അങ്ങനെയെങ്കിലും ഇവരെ പോലുള്ളവരെ ജനങ്ങൾ അറിയണം. അറിയാത്തവരുണ്ടെങ്കിൽ അവരും ഇനി അറിയണം. അറിഞ്ഞ് നാട് മൊത്തം അറിയണം. ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. കാരണം ഈ രേണുസുതിയൊക്കെ എന്ത് മെസ്സേജാണ് ഈ സോഷ്യൽ മീഡിയ വഴി സൊസൈറ്റിക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനപ്പിണ്ടത്തിന്റെ അത്ര പോലും ഇല്ല. ഐ മീൻ ക്വാളിറ്റി അതുപോലും ഇല്ല. ആനപ്പിണ്ടം എന്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ്, ചന്ദനത്തിരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയൊക്കെ ഉള്ള ക്വാളിറ്റികളുണ്ട്. അതുപോലും ഒരു ക്വാളിറ്റി പോലും ഇല്ലാത്ത ലെവലിൽ അത്രയും തരം താഴ്ന്ന രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്നത്. പിന്നെ നന്ദി ചെയ്തെടുത്ത് നന്ദികേട്, അത് മെയിൻ ഹൈലൈറ്റ് സംഭവമാണ്. നന്ദികേടാണ് എൻ്റെ കൂടപ്പുറപ്പെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ടീംസാണ്. കൂട്ടുകാരികളൊക്കെ എവിടെയുണ്ടോ, കൂട്ടുകാരിയുടെ ഒരു വോയിസ് ഉണ്ട് 1.5 മണിക്കൂർ. ആ വോയിസ് ഞാൻ പുറത്ത് വിടണമെന്ന് എന്നും വിചാരിക്കും. സമയമില്ലടേ, അത് എഡിറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ കുറേ സമയമുണ്ട്, മനസ്സിലായി. അതിനെ ഇനി ഓഡിയോ മാറ്റി വീഡിയോ ആക്കി കൊണ്ടുവന്ന് സമയം അതിക്രമിച്ചു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വിട്ട് പോകുന്നത്. പോട്ട് പുല്ല് എന്നുള്ള രീതിയിൽ അങ്ങ് പോകുന്നത്. ഓക്കെ, അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക, ഞാൻ നോക്കട്ടെ. എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. മെയിൻ സ്ട്രീം മീഡിയയിൽ ഒരു ഇന്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തോന്നിടേ അടി വെള്ളാട്ടി പിന്നെ നീ എനിക്ക് സത്യം പറയാലോ, നിന്റെ അടുത്ത് പുച്ഛമാണ് രേണു, പുച്ഛം. നീ തന്നെ ഒന്നിരുന്ന് ചിന്തിച്ചു നോക്ക. ആ കിച്ചുവിനുള്ള വിവരവും ബോധവും പോലും നിനക്കില്ല. നിന്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് സീറോ. ആ കിച്ചു വന്ന് പബ്ലിക്കിനോട് സംസാരിക്കുന്നതിൽ അവൻ കാണിക്കുന്ന ഒരു നിലവാരമുണ്ട്. അവൻ നിലവാരം കീപ്പ് ചെയ്തിട്ട് വളരെ മെച്ചൂറായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. ആ ഒരു ക്വാളിറ്റി പോലും ഇത്രയും മുതുക്കായ നിനക്കില്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പുച്ഛം മാത്രം അവശേഷിക്കുന്നു രേണു. എന്തായാലും സോഷ്യൽ മീഡിയയിൽ നീ കാണിക്കുന്ന കോപ്രായങ്ങൾ ഒരു അലിഞ്ചൂസ് പെരേരയുടെ ഫീമെയിൽ വെർഷനായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കാരണം എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയത്തില്ല. അലിഞ്ചൂസ് പെരേര ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൻ പാവമാണ്, അവനെ എങ്ങനെയൊന്നും ചീത്ത വിളിക്കില്ല. വേറെ അവനെ ഒരുത്തം വന്ന് അവനെ സപ്പോർട്ട് ചെയ്ത് മൂട് വാങ്ങി സംസാരിക്കുന്നുണ്ട്. അവൻ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഈ ഇതൊക്കെ കാണിക്കുന്നത്, സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഈ കോപ്രായം കാണിക്കുന്നത്. അങ്ങനെ അത് പോട്ട്, ആ ഒരു യൂണിവേഴ്സാണ് ഇവരുടെ ഒരു പ്രത്യേക യൂണിവേഴ്സാണ്. അവിടെ നമുക്ക് ആർക്കും കൈയടത്താൻ പറ്റത്തില്ല. അത് അവരായിട്ട് തന്നെ ഇങ്ങനെ മേച്ച് കൊണ്ടുപോകുന്നതാണ്. സത്യം പറയാലോ, ഇതൊക്കെ ഒരു കോമഡി ആയിട്ട് നമ്മൾ എടുക്കുക. അതുകൊണ്ട് അതില് ഇവരുടെ ഒന്നും വീഡിയോ ചെയ്യരുതെന്ന് പറയുന്നവരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇതിനെയൊക്കെ പോലുള്ളവനൊക്കെ എക്സ്പോസ് ചെയ്യണ്ടേ? പ്രത്യേകിച്ച് ഈ രേണുവിന്റെ കേസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ളൊരു കാര്യമാണ് ഈ ബിഷപ്പിന്റെയും ഫിറോസ് ഖാൻ അദ്ദേഹത്തിന്റെയൊക്കെ അവസ്ഥ. ബിഷപ്പിന്റെ അവസ്ഥയാണ് ഏറ്റവും വലിയ പരിതാപകരം. സ്വന്തം കയ്യിലിരുന്ന വസ്തു എടുത്ത് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊടുത്ത് ഇപ്പൊ കേൾക്കുന്ന വാക്കുകളും ആ കുത്തുവാക്കുകളും ആ വ്യക്തിയുടെ അവസ്ഥ. ഇപ്പം ഞെട്ടിക്കുന്ന വോയിസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. രേണു അതുപോലെ കള്ളുകൂടി ഹൈലൈറ്റ് ആണ്. ദുബായിൽ പോയി ബാറിൽ പോയി എന്തൊക്കെയാ കാട്ടിക്കൂട്ടി, അവിടെ പോയി ബാർ ഡാൻസ് കളിച്ച് അവനെ പൈസയൊക്കെ എടുത്ത് ഇങ്ങനെ തലയൊക്കെ ഒഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അത്രയും തരം താഴ്ന്നു പോയി, മനസ്സിലായില്ല. ആ ഒരു സെറ്റപ്പിലോട്ട് ലെവൽ അത്രയും തരം താഴ്ന്ന് രേണു പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനത്തെ ഒരു എന്ത് പറയാൻ മാച്ചം ആ ഒരു സെറ്റപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ നാട്ടിൽ വന്നിട്ട് ക്രിസ്മസിന് കള്ളുകൂടി. മാജിക് ആണ് എന്റെ ഫേവറേറ്റും. നീ അടിച്ച് നിന്റെ കിഡ്നിയും പോയി, നീ തീർന്നോ? നീ അടിക്കാതിരിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഇപ്പൊ ഞാനായാലും അടിക്കണമെങ്കിൽ അതെന്റെ പേഴ്സണൽ കാര്യം, ഞാനത് പേഴ്സണലായിട്ട് വയ്ക്കും. അല്ലാണ്ട് നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ട് അഭിമാനത്തോട് പറയാൻ പറ്റിയ ഒരു കാര്യമല്ല. അതെങ്കിലും സാമാന്യ ബോധത്തോടെ മനസ്സിലാക്കാനുള്ള ഒരു വിവരം രേണു കാണിക്കണം കേട്ടോ. ഇനിയിപ്പോ കുറെ പേര് കമന്റ് ചെയ്യുന്ന എനിക്ക് വേറെ കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു. വേറെ കണ്ടന്റ് ഉണ്ട്, പക്ഷെ രേണുവിനെ പറയാനുള്ളത് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ എനിക്ക് കിടന്നിങ്ങനെ ഒരു കത്ത്. ഇന്നലെ ഇന്റർവ്യൂ കണ്ടപ്പോഴേ 10 പറയണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുക. എന്തായാലും ഒരു അരിവെന്ന് തുടങ്ങാം. തികഞ്ഞ ഒരു മദ്യപാനിയാണെന്നും അതുപോലെ ദുബായില് പാപ്പിലോണിലാണ് ഞാൻ ഫസ്റ്റ് വിദേശയാത്ര പോയത്. അപ്പം ഞാൻ അവിടെ പോയത് പാപ്പിലോൺ എന്ന് പറഞ്ഞ ബാർ റെസ്റ്റോറന്റ് ആണ്. ഫാമിലി മെമ്പേഴ്സ് വരുന്നതാണ്. ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപിച്ച് രേണുസുതി വഴിയിൽ കിടന്നു. അങ്ങനെ വല്ലതും സംഭവിച്ചായിരുന്നു?
അത് കഴിഞ്ഞില്ലേ, ആ ഒരു വിവാദം കഴിഞ്ഞ്. പിന്നെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്ത് അന്ന് ഞാൻ കൊടുത്തായിരുന്നു തോന്നുന്നു തമ്മിൽ അങ്ങ് ഞാനാണെങ്കിൽ വേറെ ആരെങ്കിലും ഞാൻ അത് ഡാനി ആരോ കൊടുത്തിരുന്നു ഞാൻ തന്നെ തോന്നുന്നു കേട്ടാ. ഓക്കെ, ഒരു ആഗ്രഹം പറഞ്ഞതാണ്. കാരണം നിന്നെയൊക്കെ പോലുള്ളത് അവിടെ പോയിട്ട് ദുബായ് നാടിനു കൂടി അപമാനമാവുന്നു. അത് മെയിൻ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ മലയാളികൾ പോട്ടെ, ഇന്ത്യൻസ് കാനഡ, UK, US അങ്ങനത്തെ പല രാജ്യങ്ങളിലും പോയിട്ട് ഇവിടത്തെ അതേ പേക്കൂത്തുകൾ അവിടെ കാണിക്കുകയും അവിടത്തെ ആൾക്കാർ വളരെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും കണ്ടുകൊണ്ട് കാറി തുപ്പി ഗോ ബാക്ക് ഇന്ത്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട് വിട്ട് പോടേ എന്ന് പറഞ്ഞുകൊണ്ട് പല വീഡിയോസും പല അവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന ഓരോ വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ പോയിട്ട് പേക്കൂത്തുകൾ കാണിച്ച് നമ്മുടെ രാജ്യത്തിന് അപമാനം വാങ്ങിത്തരുന്ന ഓരോ കോപ്രായങ്ങൾ. ഇവിടെ നിന്ന് രേണു പോയിട്ട് വളരെ ക്വാളിറ്റിയുള്ള പരിപാടിയൊന്നുമല്ല കാണിച്ചു കൂട്ടിയത്. അവിടെ പോയിട്ട് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടി. രാജ്യത്തിന് തന്നെ അപമാനമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് കാണുന്ന സമയത്ത് അയ്യേ ഇത് ഇന്ത്യനായിരുന്നു എന്നുള്ള രീതിയിൽ പുച്ഛത്തോടെ കാണുന്ന ആൾക്കാരും കാണും. മനസ്സിലായോ? വേറെ ഒന്നും വേണ്ട, നിങ്ങൾക്കൊന്നും ഒരു തേങ്ങയും തിരിച്ചറിയത്തില്ല. അതുകൊണ്ട് എന്ത് കുന്തളിപ്പോ ഇവിടെ കിടന്ന് കാണിക്കുക, അത് വേറെ സത്യം. പറഞ്ഞു നന്നാക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. പിന്നെ രേണുസുതി വെള്ളം അടിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തു, അത് നിന്റെ തോന്നിവാസം. പക്ഷെ അത് പബ്ലിക്കിൽ വന്നിട്ട് വലിയൊരു സംഭവം പോലെ എടുത്ത് കാണിക്കുമ്പോൾ അത് നല്ലൊരു മെസ്സേജ് അല്ല കൊടുക്കുന്നത്. അതിന്റെ ഒരു സാമാന്യ ബോധം നിനക്കുണ്ടാവുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാണ്ട് നീ വെള്ളം അടിച്ച് ഗോൺ തെറ്റി നിന്റെ കരളടിച്ച് നീ എത്താൻ നമുക്ക് ആർക്കും ഒരു തേങ്ങയില്ല, ഉള്ള കാര്യമാണ്. ക്രിസ്മസിന് രേണുസുതി കഴിക്കുമെന്ന് വെച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കള്ളത്തരം ഒന്നും നിൽക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്ത് തുറന്ന് പറഞ്ഞു ഞാൻ വല്ലപ്പോഴും കഴിക്കും, ക്രിസ്മസിനൊക്കെ കഴിക്കും. കാരണം ഇപ്പോഴും നല്ല സുധിച്ചേട്ടനുള്ളപ്പോഴും നമ്മൾ ക്രിസ്ത്യൻസ് വല്ലപ്പോഴും കസിൻസ് ഒക്കെ കൂടുമ്പോൾ സുധിച്ചേട്ടനും നീയും കൂടി ഇരുന്ന് അടിക്കുമെന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്കൊരു പ്രശ്നവും ഇല്ല. സുധിച്ചേട്ടൻ ടാങ്ക് ആണെന്ന് നാട് മൊത്തം അറിയാം. വെള്ളമടി വീടിനാണ്. സുധിച്ചേട്ടൻ വെള്ളമടിച്ച് കരള പോയി മരിച്ചിരുന്നെങ്കിൽ എനിക്ക് സഹതാപം പോലും കിട്ടൂല. പകരം അങ്ങേര് ഇങ്ങനെ മരിച്ചത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഫെയിമെങ്കിലും കിട്ടിയെന്ന് ഞാൻ ഈ പോയിന്റ് പറഞ്ഞപ്പോൾ രേണുന്ന് കത്തിക്കാണ്. എവിടെ നിന്നായിരിക്കും ഞാൻ ഈ പോയിന്റ് മനസ്സിലാക്കിയത്. ഓക്കെ, അത് വിട്. അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ. പിന്നെ നീയും സുധിച്ചേട്ടനും ടാങ്കാണ് ഇരുന്ന് വെള്ളം അടിച്ചോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ നമുക്കത് നല്ലൊരു മെസ്സേജ് ആയിട്ടല്ല ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. പിന്നെ നീ ഇതിന്റെ ഇടയിൽ പറയുന്നു നമ്മൾ ക്രിസ്ത്യൻസ് കസിൻസുമായിട്ട് ഇരുന്നും കൊണ്ട് വെള്ളം അടിക്കുമെന്ന്. അത് ഏത് അർത്ഥത്തിലെന്ന് പറഞ്ഞു? നിന്നെ പോലെ എല്ലാ ക്രിസ്ത്യൻസും കസിൻസുമായിട്ടിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമോ? തോന്നിവാസങ്ങൾ കാണിക്കുന്നവർ കാണും എന്ന് വെച്ചിട്ട് ബാക്കി എല്ലാ ക്രിസ്ത്യൻസിനെയും അതിൽ പിടിച്ചിടുന്ന രീതിയിലുള്ള ഇമാതിരി തോന്നിവാസ വർത്തമാനങ്ങൾ പറയില്ലേ. ഞാനൊരു ക്രിസ്ത്യനാണ്, ഞാനിവിടെ കസിൻസുമായിട്ട് വളഞ്ഞിരുന്ന് വെള്ളം അടിയല്ല എൻ്റെ പരിപാടി. മനസ്സിലായ? നീയൊക്കെ വളർന്നതും ജീവിക്കുന്ന രീതികളൊക്കെ അങ്ങനെ ആയിരിക്കും. കസിൻസുമായിട്ടൊക്കെ വളഞ്ഞിരുന്ന് അങ്ങ് വെള്ളം അടിക്കുകയായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ വളഞ്ഞിരുന്ന് വെള്ളം അടിക്കണമെങ്കിൽ നീയൊക്കെ അടിച്ച് തൊലഞ്ഞോ? അതിനെന്തിനാ മൊത്തം ക്രിസ്ത്യൻസിനെ പിടിച്ചതിൻ്റെ അകത്ത് ഇടുന്നത്? ഞങ്ങൾ ക്രിസ്ത്യൻസ് കസിൻസുമായിട്ടിരുന്ന് വെള്ളം അടിക്കുന്നത്. അത് എവിടുത്തെ ആ ഒരു പോയിന്റ് എനിക്ക് അർത്ഥം പിടിയിട്ടില്ല. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നാതെ നിന്റെ നാക്കിന് ലൈസൻസ് ഇല്ല, വാവിട്ട കോടാലി പോലെയാണ് നീ പോകുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി പുതിയൊരു സാധനം എടുത്തങ്ങിട്ട് മതവും കൂടി എടുത്തങ്ങിട്ട് ഞങ്ങൾ ക്രിസ്ത്യൻസ് കസിൻസുമായിട്ടിരുന്നെങ്കിൽ വെള്ളം അടിക്കുന്നു. അതെന്ത് മറ്റേടത്ത് അർത്ഥമാണോ? അപ്പം ഞാൻ ക്രിസ്ത്യനല്ലേ, ഞാൻ കസിനുമായിട്ടിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ ഇപ്പം ഞാൻ അടിക്കണമെങ്കിൽ അതെൻ്റെ പേഴ്സണൽ നാട്ടുകാരെ അറിയിച്ചും കൊണ്ട് നാട്ടുകാരെ മൊത്തം വിളിച്ച് പറഞ്ഞുകൊണ്ട് കൂവിക്കൊണ്ട് ഞാൻ നടക്കുന്ന ഒരു പരിപാടിയല്ല. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അഭിമാനത്തോട് പറയാൻ പറ്റിയൊരു കാര്യമല്ല. അത് ആദ്യം സാമാന്യ ബോധം വെച്ച് രേണുവിനെ പോലുള്ള അവർ മനസ്സിലാക്കുക. നിനക്ക് ഒരു ബോധവുമില്ല, ഒരു വിവരമില്ല, ഒരു പൊക്കണമില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പൊ നമ്മൾ ക്രിസ്ത്യൻസ് കസിൻസുമായിട്ടിരുന്ന് അടിക്കുന്നു. അപ്പൊ ക്രിസ്ത്യൻസ് എല്ലാം നിന്നെയൊക്കെ പോലെ എന്നാ പറയുന്നത്? മാന്യമായിട്ട് ജീവിക്കുന്ന ക്രിസ്ത്യൻസ് ഉണ്ട്. ഞങ്ങൾ ക്രിസ്ത്യൻസ്, നീ മൊത്തം മതത്തിനെ പിടിച്ചതിന്റെ ഇടയിൽ ഇടാൻ നിൽക്കല്ലേട്ടാ. പിന്നെ തോന്നിയ ദിവസങ്ങളെ കാണിക്കല്ലോ. എല്ലാം കോപ്രായങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ മതത്തിനെയും കൂടി കൂട്ടി പിടിച്ച് ആ ഒരു ട്രാക്കും കൂടി പിടിച്ചാൽ ഇടയാണ് നൈസായിട്ട്. ഒന്നും അറിയാത്ത പോലെ ആവിട്ട കോടാലിയും നാക്കിന് ലൈസൻസും ഇല്ല. അപ്പ അടിക്കുന്നത് വേറെ കൂറ ബ്രാൻഡ്, രേണുസുതി വലിയ ലക്ഷറി ബ്രാൻഡ്. ഞാൻ ചോദിക്കട്ടെ, ഇവൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? എൻ്റെ പപ്പ മദ്യപാനം നിർത്തി. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നിർത്തിയതാണ് പപ്പ മദ്യപാനം. എൻ്റെ പപ്പ, മനസ്സിലായോ? ഇവൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? പപ്പ മദ്യപിക്കുമായിരുന്നു ആള്. ഞാൻ 3ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 34 വയസ്സുണ്ട്. 1991 സെപ്റ്റംബർ 7 എൻ്റെ ജനനം. 34 വയസ്സിൽ തികഞ്ഞ് ഞാൻ സഞ്ചരിക്കുകയാണ് മുന്നോട്ട്. അപ്പം 3ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എത്ര വയസ്സിലായിരിക്കും? എത്ര വർഷം മുമ്പ്? രേണു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തങ്കം ചേട്ടൻ മദ്യപാനം നിർത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തങ്കം ചേട്ടന് കാര്യം പിടികിട്ടി. ഇത് തന്നെ ഒരു അധിക ചെലവാണ്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ വെള്ളം കൂടി അടിച്ച് കഴിഞ്ഞാൽ തീർന്ന് എന്ന് തങ്കം ചേട്ടന് മനസ്സിലായി. അതുകൊണ്ടായിരിക്കും തങ്കം ചേട്ടൻ വെള്ളമടി നേരത്തെ നിർത്തിയത്. നല്ല സ്പെഷ്ട് ഫാമിലിയാണ്, കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയാണ്. നിങ്ങളൊക്കെ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞാലേ പറഞ്ഞെന്നായിപ്പോ.
ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ എവിടെ നിന്നോ എന്തോ കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നത്. നീയൊക്കെ വെള്ളം അടിക്കുക, നീയൊക്കെ വെള്ളം അടിച്ച് നീയൊക്കെ തീരെ എന്താന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷേ അത് പബ്ലിക്കിൽ വന്നിട്ട് ഇത്ര അഭിമാനത്തോട് പറയുന്നത് എന്തിനാണ്? ഈ നല്ല കാര്യമാണോ വെള്ളം അടിക്കുന്നത്? നല്ല കാര്യമാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നല്ല കാര്യമല്ല. ഇപ്പം ഞാനും എൻ്റെ പേഴ്സണൽ ലൈഫിൽ വെള്ളം അടിക്കണമെന്ന് വെച്ചോ, ഞാൻ അടിക്കുന്ന ഒരു വ്യക്തിയിൽ അടിക്കണമെന്ന് വെച്ചോ, അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. ഞാനത് നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ട് അഭിമാനത്തോട് പറയാൻ പറ്റിയൊരു കാര്യമല്ല. പകരം ഞാനിപ്പോൾ MBBS പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നു, ഇതൊക്കെ വേണമെങ്കിൽ വീണ്ടും വന്നിട്ട് എനിക്ക് പബ്ലിക്കിൽ പറയാം ഞാൻ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഇത്രയും ഒരു നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഇത്രയും ഒരു മോശകാര്യം എന്ന് തന്നെ പറയേണ്ടി വരും. വെള്ളമടിയൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല, ഒരു ലഹരിയും ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടെങ്കിൽ അത് പബ്ലിക്കിൽ വന്നിട്ട് അഭിമാനത്തോട് പറയാൻ പറ്റിയ കാര്യമല്ല. മനസ്സിലായ? എനിക്കതേ പറയാനുള്ളൂ. ഇപ്പൊ ഞാൻ വെള്ളം അടിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പേഴ്സണലായിട്ട് വെച്ചിട്ട് ആ ഒരു രീതിയിൽ പോവുക. അല്ലാണ്ട് പബ്ലിക്കിൽ വന്നിട്ട് ഞാൻ അടിക്കും, അതുകൊണ്ട് നാളെ മുതൽ നിങ്ങളും അടിക്കണം, അല്ലെങ്കിൽ ഞാനത് അടിക്കും, ഞാൻ അടിക്കുന്ന ബ്രാൻഡ് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ലാഘവത്തോടെ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയൊരു കാര്യമല്ല. നിനക്കൊന്നും വിവരവും ബോധവും പൊക്കണോ ഇല്ലെന്ന് എനിക്ക് പലവട്ടമായിട്ട് മനസ്സിലായി, പണ്ടേ അറിയാം. എന്ന് വെച്ചിട്ട് തീരെ അങ്ങോട്ട് അതപ്പതിക്കരുത്. മനസ്സിലായ? തീരെ അതപ്പതിച്ച് തറപ്പറ്റരുത്. വ്ളോഗർ പുള്ളിക്കാരി ഒരു താത്തയാണേ. പുള്ളിക്കാരി ഞാൻ പറഞ്ഞു മടുത്ത്. എനിക്കിനി അവര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ല. കാരണം കുരയ്ക്കുന്ന ഇങ്ങനെ പട്ടികൾ നമ്മൾ നടന്നു പോകുമ്പോൾ കുറെ പട്ടികൾ കുരയ്ക്കും. ഇപ്പൊ എനിക്ക് മനസ്സിലാക്കിയത്, നമുക്ക് നേരെ കുറെ പട്ടികൾ കുരച്ചു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് കല്ലെറിഞ്ഞ് ഓടിക്കും, അത് പോകത്തില്ല. പിന്നെ ഒന്ന് പേടിപ്പിക്കും, പോകത്തില്ല. പിന്നെ നമ്മൾ ഓർക്കും എന്തെങ്കിലും കാണിക്കട്ടെ, കുറച്ചുകൊണ്ട് അവിടെ ഇരിക്കണം, നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയാൽ പോരെ. ഒരു കൈ അടിച്ചാലൊന്നും ഒച്ച കേൾക്കത്തില്ല, 2 കൈ. നിനക്ക് 2 അടിയുടെ കുറവുണ്ട്, അത് ശരിയാണ് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. 2 അടിയുടെ കുറവുണ്ട്, അത് എവിടെ നിന്നെങ്കിലും കിട്ടട്ടെ. ആയുഷ്മാൻ ഭവ. എന്തായാലും പട്ടി ആരാണ് ഇവിടെ കിടന്ന് കുറയ്ക്കുന്നതെന്ന് നമുക്ക് നല്ലോണം അറിയാം. നിന്റെ 2 കൂട്ടുകാരികളില്ലേ ഇടവും വലവും നിന്നും കൊണ്ട് മറ്റേ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൂറ പടങ്ങളൊക്കെ എടുത്ത് വെക്കുന്നില്ലേ? പറയുന്ന കേട്ട് കഴിഞ്ഞാൽ മറ്റേ ബാഹുബലി 3 അഭിനയിക്കാൻ പോകുന്ന പോലെയാണ് അവളുമാരുടെയൊക്കെ പറച്ചിലുകൾ. അങ്ങനെ കുറെ ഷോർട്ട് ഫിലിമുകൾ എടുത്തു വെച്ചോണ്ട് നടക്കുന്ന ടീംസൊക്കെ വന്ന് കിടന്ന് കുരയ്ക്കും. നിനക്ക് വേണ്ടിയിട്ട് ജയ് വിളിച്ച് കിടന്ന് കുരയ്ക്കും. റീച്ചിന് വേണ്ടിയിട്ട് നല്ലവണ്ണം കിടന്ന് ശ്രമിക്കുന്നുണ്ട്. അങ്ങനത്തെ കുറെ കുരയ്ക്കുന്ന ടീംസ് ഉണ്ട്. ആ ടീംസിനെയൊക്കെ പോയി അങ്ങ് പറഞ്ഞാൽ മതി. പട്ടിയെന്നും കുരയ്ക്കുന്നതെന്നും നിന്റെ വാലാട്ടി പട്ടികളെന്നൊക്കെ പറഞ്ഞാൽ മതി. അത് നല്ലവണ്ണം ചേരുന്ന ടീംസാണ് അതൊക്കെ. നീയും നല്ല 1-ാം തരം ടീമാണ്. നിനക്കൊക്കെ അതൊക്കെയാണ് പറ്റിയത്. നിന്റെയൊക്കെ ഒരു യൂണിവേഴ്സ് അതാണ്. ഈ നിന്റെ കൂടെ നടക്കുന്ന 2 സുഹൃത്തുക്കളില്ലേ, എവളുമാര് വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഹുബലി 3യുടെ ഷൂട്ടിംഗ് തുടങ്ങി അതിനുവേണ്ടി പോവുകയാണ്, അത്രയും തിരക്കിലേക്കാണ്. ആ ഒരു സെറ്റപ്പിലൊക്കെയാണ് സംസാരം. ഞാൻ സീരിയലിലുണ്ട്, മറ്റൊരിലുണ്ട്, മറിച്ചുണ്ട്. ഇന്നേ വരെ ഒരു TV സീരിയലിൽ കണ്ടിട്ടില്ല. എവിടെയോ സ്വന്തമായിട്ടിരുന്ന് 5 യൂട്യൂബ് ചാനലില് 5 എപ്പിസോഡ് വിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നതാണ് വലിയ സീരിയൽ പോലെ കാണണം. അതൊക്കെ പോയിന്ന് കണ്ടു നോക്കണം. ഞാൻ ഇടയ്ക്ക് സെർച്ച് ചെയ്ത് പോയിരുന്ന് കണ്ടു കേട്ടോ. ചിരിച്ചിരിച്ച് അത്ത് അമ്മാതിരി അഭിനയമാണ്, 1-1 അഭിനയമാണ്. പറയുന്ന കേട്ട് കഴിഞ്ഞ് ബാഹുബലി 3-ലുണ്ടെന്ന്. എന്തായാലും കൂട്ടുകാരികൾ ഇത് കേൾക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു മോട്ടിവേഷനായിട്ട് എടുത്തിട്ട് അടുത്ത സിനിമയിൽ കയറാൻ നോക്കും കേട്ടാ കൂട്ടുകാരികളെ. എന്നിട്ടാണ് എനിക്കിട്ട് തിരിച്ചടിക്കുക. അന്ന് അവൻ എന്നെ പരിഹസിച്ചു, നമ്മളിതാ എന്നിലെരിഞ്ഞ് തുടങ്ങിയത് ഇക്കനെല്ലാം ജില്ലകത്തി പടർന്ന് പട പിടിച്ച് വെറി പൊടിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് BJP ഒക്കെ ഇട്ട് സിനിമയിൽ കയറാൻ ബിഗ് ബോസിലൊക്കെ കയറണ്ടേ നമുക്ക്? എന്തൊക്കെ കാണണമെന്നോ. രേണോ പാവം കൂട്ടുകാരികളൊക്കെ ഒന്ന് ബിഗ് ബോസ് കയറ്റി വിട്. ഭയങ്കര ആഗ്രഹത്തിൽ കിടക്കുക കൂട്ടുകാരികൾ. എൻ്റെ അടുത്തൊക്കെയാണ് ചോദിക്കുന്നത്, നമ്മളാര്? നിങ്ങളൊക്കെയല്ലേ ബിഗ് ബോസ് താരം, മിന്നും താരം രേണു സുധിച്ചേട്ടന് തിരിച്ചിറങ്ങിയപ്പോൾ കൊണ്ടിറങ്ങാത്ത വളരെ മോശമായി പോയിട്ട്. അങ്ങനെ ഇപ്പോഴും ഇരിക്കുകയാണ് ബിഗ് ബോസിന്റെ സെറ്റിൽ. തിരിച്ചിറങ്ങിയപ്പോൾ വിളിച്ചോണ്ട് വരേണ്ടായിരുന്നു. ഇനി ചെന്നൈയിൽ പോണ്ടേ വിളിക്കാൻ. വളരെയധികം കഷ്ടം. മറന്നല്ലേ സുധിച്ചേട്ടൻ അവിടെ 5-10 ദിവസം നിന്നപ്പോ. ബാക്കി പറ. ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോഴല്ലേ അവർ വീണ്ടും എടുക്കുന്നത്. പിന്നെ റീച്ച് അവർക്ക് കിട്ടുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ ദേഹത്തേക്ക് അവരെന്നെ വന്ന് തല്ലിയാ എനിക്ക് ദേഹത്തേക്കും. അവരെന്തെങ്കിലും പറയട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ ഇവരുടെ ഒരു ഹെഡിങ് ഞാൻ കണ്ടു. ഒരു തമ്പിൽ മാജിക് മൂമെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് രേണുസുതിയെ എടുക്കുവാന്ന്. സന്തോഷമുള്ള എനിക്ക്. അത്രയും വലിയൊരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എടുത്ത എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ തികഞ്ഞ ഒരു മദ്യപാന. അയ്യോ, മാജിക് മൊമെന്റിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് എടുക്കാൻ പറ്റിയ ചാതന. അത്രക്കൊന്നും അതപ്പതിച്ചില്ല മാജിക് മൊമെന്റ്. അങ്ങനെയൊന്നും ചിന്തിക്കാൻ ചെയ്യരുത്. അയ്യേ, അത്ര ഞാൻ സത്യം സീരിയസ്ലി പറയാം, അത്രയ്ക്ക് ആ കമ്പനി അതപ്പതിച്ച് തീർന്നു കേട്ടോ. നിന്നെയൊക്കെ വിളിച്ച് ബ്രാൻഡ് അംബാസഡർ ആക്കി കഴിഞ്ഞാൽ കമ്പനി എനിക്കൊന്നും പറയാനില്ല. അവന്മാര് തീർന്നു കഥം. അയ്യോ, അത്രയ്ക്കൊക്കെ അതപ്പതിച്ചാട് മാജിക് മൊമെന്റ്. എനിക്ക് തോന്നുന്നില്ല. പോട്ട് തള്ളിനൊരു കുറവുമില്ല. എടാ, ഇത് രേണുവിനൊരു വിചാരമാണ് സ്വയമേ. ഞാൻ ഇത്ര വലിയ സംഭവമാണ്, നമ്മളാണ് സംഭവം, നമ്മളെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ മലമറിച്ച് കളയും എന്നൊക്കെയുള്ള സെറ്റപ്പ്, ഒരു ചിന്താഗതി ഉണ്ട്. ഈ അല്പന ഐശ്വര്യം കിട്ടിയാൽ കഴിഞ്ഞാൽ അർദ്ധരാത്രിയും കയറിയിട്ട് കുട പിടിക്കുന്ന ഒരു ചരിത്രമുണ്ട്.
ആ ഒരു മൈൻഡാണ് എനിക്ക് രേണുവിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവം ഞാൻ എന്തോ വലിയ സംഭവമാണ്, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തും നടക്കും, നമ്മൾ എന്തോ വലിയ സംഭവമാണ്, കണ്ട എന്നെ എല്ലാവരും വിളിക്കുന്നു. ഇവിടെ നെഗറ്റീവ് ആ ഒരു റീച്ച് വെച്ചിട്ട് ആ ഒരു ഡിമാൻഡിൽ കുറച്ച് ആള് അറിയാൻ വേണ്ടിയിട്ട് 10 പേര് ചീത്ത വിളിക്കാനായാലും നമ്മൾ അറിയുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നിന്നെയൊക്കെ പിടിച്ച് ചിലവർ നിർത്തുന്നത്. അത് കുറച്ചുകൂടി കഴിയുമ്പോൾ അങ്ങോട്ട് മാറി കിട്ടും. പിന്നെ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കാം. തങ്കം ചേട്ടനെ പോലെ ചവരിന്റെ മറ്റേ പെയിന്റ് ചൊറിന്റെ ഇളക്കി വീട്ടിൽ ഇരിക്കുക കേട്ടാ. ഈ അഹങ്കാരമൊക്കെ അങ്ങ് കുത്തനെ ഇടിഞ്ഞു വീഴും. ഇവളുമാരൊക്കെ അഭിനയിക്കാൻ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ തള്ളെ വലിയ പടത്തിൽ പോകണമെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ചിലർക്ക് അറിഞ്ഞേ കൊടുക്കത്തുള്ളൂ. കഴിവും കലാവാസനയൊക്കെ കൂടി ചേർത്തെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇതൊക്കെ തറയെ നിൽക്കത്തില്ല. സത്യം തറയെ നിൽക്കത്തില്ല. അയ്യോ, കഴിവില്ലാത്തത് കൊണ്ട് ഇങ്ങനെയെങ്കിലും പിടിച്ചു പോകണം. കഴിവും കൂടി ഉണ്ടെങ്കിൽ തീർന്നേനെ ഉള്ള കാര്യം പറയാം. സത്യം, ഇത് ബോഡി ഷെയ്മിങ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. അല്ലെങ്കിൽ ഒരാളുടെ കഴിവില്ലാത്തതിനെ പരിഹസിക്കുന്നതല്ല. പക്ഷെ ഇതൊക്കെ അർഹിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു വർത്തമാനം അർഹിക്കുന്നുണ്ട്. കഴിവില്ലാത്തവനെന്ന് തന്നെ പറയണോടാ. അല്ലാണ്ട് പിന്നെ ഇതിനേക്ക് എന്തിനു സപ്പോർട്ട് ചെയ്യണം? പിന്നെ കാണിക്കുന്ന അഭിനയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് മരിക്കും. ഇതിനേക്കാൾ അല്ലെങ്കിൽ ഒന്നും വരെ അഭിനയിക്കുന്നതാണ് കേട്ടോ. നിന്നെ ബൂസ്റ്റപ്പ് ചെയ്തല്ല കേട്ടാ, നീ വിചാരിച്ചത് ചുമ്മാ പറഞ്ഞെന്ന്. ഇടുന്നവരാണ് എനിക്ക് സ്ഥിരം കൊണ്ട് മദ്യം വോഡ്ക മേടിച്ചു തരുന്നതും സ്ഥിരം അടിക്കുന്നതും. അത്ര ഞാൻ പറയുന്നുള്ളൂ. അതിനകത്ത് ഇപ്പൊ എന്ത് പറയാനാണ്? ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലാത്തവർ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനെതിരെ അഗൈൻസ്റ്റ് പറയുന്നവരല്ലേ ഈ കമന്റ് ഇടുന്നു. ഓക്കെ, ആയിക്കോട്ടെ. മാജിക് ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവര് പറഞ്ഞ സ്ഥിരം അടിക്കുന്നവരാണ്. ഞാൻ ബഹ്റൈനിലാണേലും ഞാൻ ദുബായിലാണേലും 2 സ്ഥലത്തും ഞാൻ പ്രൊമോഷൻ പോയത് ബാർ റെസ്റ്റോറന്റിലാണ്. ഞാൻ വല്ലപ്പോഴും കഴിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് മാജിക് മൂമെന്റ് ആണ് എന്ന് ഞാൻ എവിടെയും പറയും. അതിന് ഞാൻ സ്ഥിരം മദ്യപാനിയാണെന്നല്ല പറയുന്നത്. ആ കമന്റ് ഇടുന്നവർക്ക് എന്ത് വിടാൻ, അതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല. കാരണം എന്നെ അറിയാവുന്നവർക്ക് അറിയാം എന്താണ് ഞാൻ. നിന്നെ അറിയാവുന്നവർക്ക് നല്ലോണം അറിയാൻ കേട്ടോ. പിന്നെ വേറൊരു കേസ്, നമ്മൾ ഒരാളെ ഉപദേശിക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് വെച്ച് നമ്മൾ ചിന്തിക്കുക. ഇപ്പൊ നിങ്ങൾ എന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു, ഈ വീഡിയോ കാണുന്ന ഓഡിയൻസ് എന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു, അതിൽ അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവും. ഞാനത് ചിന്തിക്കും. ഓക്കെ, അവർ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് ചിന്തിക്കും. പക്ഷെ രേണുവിന്റെയൊക്കെ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുമാരുടെയൊക്കെ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഒന്ന് തേങ്ങയും മനസ്സിലാകത്തില്ല. ഞാൻ പിടിച്ച അമ്പിന് 3 കൊമ്പ് മുയലാണ്, ഇത് നേരെ തിരിച്ച് അമ്പിന് 3 കൊമ്പെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഒരു തേങ്ങ അറിയത്തില്ല, ബോധവും പൊക്കണമില്ല, വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ടൈപ്പ് രീതിയിൽ അങ്ങ് ഇരുന്നോളും. എന്തോ ചെയ്യുന്നത്, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പറഞ്ഞു നന്നാക്കുക. നഹീഹേ. എന്തായാലും കാണാം ബാക്കി. പോയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയോ? ബിഷപ്പ് പിതാവ്. ഓക്കെ, പിതാവുമായിട്ടുള്ള പ്രശ്നം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ചേച്ചി, കാരണം ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ, താത്തയോ, അവരുടെ ഒരു വ്ളോഗ് കണ്ടു. രേണുസുധിയുടെ ഒക്കെ വീട്ടിൽ ആൾക്കാർ വരുന്നതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു ബിഷപ്പിന്റെ ശല്യമാണ് ഞങ്ങള്. എന്റെ ചേച്ചി നേരെ ബിഷപ്പിനെ എന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. ഹലോ, തിരുമേനിയല്ലേ? അത് പറഞ്ഞോളൂ മോളെ, ഇന്ന പോലെ ഒരു പ്രശ്നം, ഒരു താത്ത ഷഫീന ബീവി എന്ന് പറയുന്ന പുള്ളിക്കാരി ഇങ്ങനെ ഒരു ഇതിട്ടല്ലോ. എന്താ അതിന്റെ അർത്ഥം? ബിഷപ്പിന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളെ, ഒരു പ്രശ്നമില്ല. ഞാൻ ഒരിക്കലും ഒരു വ്ളോഗേഴ്സിനോട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. രേണുസുധിയെ ഈ നിമിഷം വരെ ഞാൻ ഇപ്പൊ കുറ്റപ്പെടുത്തുന്നേ ഇല്ല. നേരത്തെ ഒക്കെ കുറെ കുറ്റപ്പെടുത്തിയായിരുന്നു. അപ്പൊ ഇപ്പോഴും ഓരോ വ്ളോഗർമാർ എന്നോട് ചോദിക്കാറുണ്ട്, രേണുസുധിയെ കുറ്റം പറയാൻ ഫാദർ വരുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഒരു ഇതിനുമില്ല എന്നാണ് അദ്ദേഹം, ആ പിതാവ് എന്റെ ചേച്ചിയോട് ഫോണിൽ സംസാരിച്ചത്. അതിനെ റെക്കോർഡ് എന്റെ ഫോണിൽ ഞാൻ ഈ ചില ആളുകൾ കാണിക്കുന്നതിന് ചെറ്റത്തരവും തന്നെ പറയാം. പേഴ്സണൽ വോയിസ് എടുത്തിട്ട് യൂട്യൂബിൽ ഇടുക, പബ്ലിക് ആക്കുക. അങ്ങനത്തെ ചെറ്റത്തരം എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിത് പബ്ലിക് ആക്കുന്നുമില്ല. എന്റെ ഫോണിനകത്ത് റെക്കോർഡ് അദ്ദേഹം പറഞ്ഞത് ഞാനിത് പബ്ലിക് ആക്കത്തില്ല. എന്റെ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തല്ല, ഓൾറെഡി റെക്കോർഡിംഗ് ഉള്ളതാണ്. സോ അത് എന്റെ ചേച്ചിയാണ് സംസാരിച്ചത്. ഞാൻ അടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ വോയിസ് ഞാൻ കേട്ടതുമാണ്. ഈ ചില ആൾക്കാരെ വോയിസ് റെക്കോർഡ് ചെയ്ത് പേഴ്സണൽ വോയിസ് എടുത്ത് ഇടുന്നുണ്ടെന്ന് പറഞ്ഞ് ചെറ്റത്തനം എന്ന് പറഞ്ഞില്ല, അത് മറ്റപ്പി നമുക്കിട്ട് ഊതിയതാണെന്ന് തോന്നുന്നു. ഇരിക്കട്ടെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പേര് പറയാൻ പേടിയാണല്ലേ, കുഴപ്പമില്ല, പേടിക്കുന്നത് നല്ലത് തന്നെയാണ്. അതായത് നമ്മളൊന്ന് പേടിച്ചൊരു പോട്ടിക്ക് അടങ്ങിയിരിക്കുന്ന രേണുവിന് നല്ലത് തന്നെയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ വേറൊരു കേസ് വയ്ക്കാം. നിന്റെ കൂട്ടുകാരി തന്നെയാണ് നിന്നെ പറ്റി പറഞ്ഞത്, നമ്മൾ അവളെ പോലെ അല്ലെന്ന്. കേട്ടാ, അത് നീ അത് മനസ്സിലാക്കി. നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ കൂട്ടുകാരി അവളെ പോലെ നന്ദി കെട്ട സാധനം അല്ല നമ്മളെന്ന് അവള് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഈ നിന്റെ വോയിസ് റെക്കോർഡിങ്, നിന്റെ ഫോണിലെ വോയിസ് ഓട്ടോമാറ്റിക്കാണ് റെക്കോർഡ് ചെയ്യണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഓഫ് ചെയ്തിട്ടൂടെ? പ്രശ്നം ചെയ്യുന്നില്ലേ? ഓപ്ഷൻ ഉണ്ടല്ലോ, ഓഫ് ചെയ്തിടണം. അതുകൊണ്ട് കൂടുതലിരുന്ന് തള്ളി മറിക്കാതെ. പിന്നെ ബിഷപ്പ്, അദ്ദേഹം കടന്നു പോകുന്ന മാനസികാവസ്ഥ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്കൊക്കെ ഗതികേടിന് ഉള്ള കാര്യം പറയാം, സീരിയസ്ലി ഗതികേടിന് അദ്ദേഹം കൊണ്ട് വസ്തു തന്ന് അദ്ദേഹം അനുഭവിക്കുന്ന മാനസികാവസ്ഥ, സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിങ് എല്ലാം
കണക്കിൽപ്പെടാത്ത കാര്യമാണ്. ആ ഒരു മനുഷ്യന്റെ മനസ്സ് വിഷമിപ്പിച്ചും കൊണ്ട് നീയൊക്കെ ഈ കാണിക്കുന്നില്ല കുന്തളിപ്പ് കർമ്മ അടിച്ചിരിക്കും. ആ ശാപം നിന്റെയൊക്കെ തലമുറകളെ ബാധിക്കാതിരിക്കട്ടെ, ആ കൊച്ചു പിള്ളേരെ എന്നേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. കാരണം ആ വ്യക്തി ഇന്നേ വരെ എൻ്റെ അറിവിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു നല്ല കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഒരു വീടില്ലാത്ത ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് സ്വന്തം വസ്തു എടുത്തങ്ങ് തന്ന്, അത് മാത്രമാണ് അദ്ദേഹം ചെയ്തൊരു തെറ്റ്. അത് അർഹതപ്പെടാത്ത കയ്യിൽ കൊടുത്തു. പിന്നെ നിനക്കൊക്കെ അല്ല തന്നത്, ആ പിള്ളേർക്കാണ് കൊടുത്തത്. പക്ഷെ നീയൊക്കെയാണ് അവിടെ കയറി കിടന്ന് ഞരങ്ങുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. എന്തായാലും ആ വ്യക്തിയെ നിന്റെ സഹോദരി വിളിച്ചെന്നും നീ വിളിച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിന്റെ സഹോദരി വിളിച്ചപ്പോൾ എന്തോ വലിയ വോയിസ് ഞെട്ടിക്കുന്നതുണ്ടെന്നാണ് നിന്റെ മറ്റേ കൂട്ടുകാരി കിടന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ബിഷപ്പിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വോയിസ്. എന്ത് തേങ്ങ ഇരിക്കണം അതില്? അങ്ങേര് ഈ പറഞ്ഞതാണോ, നീ ഇപ്പൊ പറഞ്ഞ ഈ കേസാണോ, പറഞ്ഞ വോയിസ് ആണോ നീയൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്? ഇതിൽ എന്ത് തേങ്ങ ഇരിക്കണേ? അങ്ങേരെ കുറിച്ചിട്ടുള്ള ഞെട്ടിക്കുന്ന വോയിസ് ഉണ്ടെന്ന് എന്ത് തേങ്ങ? നിന്റെ കൂട്ടുകാരിയെ കുറിച്ചിട്ടുള്ള ഞെട്ടിക്കുന്ന വോയിസ് എന്റെ കയ്യിലുണ്ട്. നിന്നെ കാലുകാരിയ വോയിസ് കേട്ടാ, അത് ഉണ്ടെന്ന് പറഞ്ഞ് വേണമെങ്കിൽ നീ വാ, എനിക്ക് മെസ്സേജ് ഇട്ട് ഞാൻ നിനക്ക് ഫുള്ള് അയച്ചു തരാം, കഷ്ടപ്പെട്ട് അയച്ചു തരാം. ഇതൊന്ന് കേക്ക്. നിന്റെ കൂട്ടുകാരി നിന്നെ എത്രത്തോളം കാലേ വാരിയിട്ടുണ്ടെന്ന് കൂടെ അടുപ്പിച്ച് നിർത്തുന്നതിനൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇനി ബാക്കി പറ. ബിഷപ്പിനും ഈ ഫിറോസിക്കാക്കും ഈ കണ്ട ജനങ്ങൾക്കും പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇന്നുവരെ അറിയത്തില്ല. ഞാനുമായിട്ട് നേർക്കുനേരെ ഇവരാരും പ്രശ്നം വന്നിട്ടില്ല. ഞാൻ സെലിബ്രിറ്റി ആയി പോയതാണ് ഇവരുടെ എല്ലാം പ്രശ്നം. ഞാൻ ഒരു വീട്ടിനകത്ത് മൂലയിൽ കുത്തിയിരുന്ന് കരഞ്ഞാലോ ഇവരോട് ഒരു 500 രൂപ ചോദിച്ചാലോ ഇവർക്കാർക്കും പ്രശ്നം ഉണ്ടാകത്തില്ല. എന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ സെലിബ്രിറ്റി ആയി പോയതാണ് ഇവർക്കൊക്കെ പ്രശ്നം. എന്റെ പൊന്നുമോളെ, ഇവളുടെ വിചാരമാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തോ ഞാൻ വലിയ സംഭവമാണ്, ഞാനാണ് മാടയാണ്, കോടയാണ്, തേങ്ങയാണ്, കൊലയാണ്, ചക്കയാണ്, മൂട് താങ്ങിയാണെന്നുള്ള രീതിയിലാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ സെലിബ്രിറ്റി ആണെന്ന്. സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരണത്തിനെ വിറ്റ് അത് ഒരു കച്ചവടമാക്കി കയറി വന്ന ഒരൊറ്റ ആളാണ് നീ. മനസ്സിലായ? അല്ലാതെ സ്വന്തം കഴിവുകൊണ്ട് 10 ആളറിഞ്ഞ ഒരു വ്യക്തിയല്ല നീ. മനസ്സിലാക്ക്. ആ ഒരു സാധനം നീ സ്വയമേ മനസ്സിലാക്ക്. ഒരാളുടെ മരണമാണ് നിന്നെ 10 ആളിലേക്ക് എത്തിച്ചത്. അത്രയും നീ മനസ്സിലാക്കിയിട്ട് ഒരു പൊടിക്ക് അടങ്ങാൻ നോക്ക്. ഞാൻ സെലിബ്രിറ്റി ആണെന്ന്. പിന്നെ കോപ്പാണ് നീ, കോപ്പ്. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. വച്ച് നിർത്തിയിട്ട് എന്തെങ്കിലും ആരും കാണാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഷോർട്ട് ഫിലിം സ്വന്തമായിട്ട് ഇറക്കി സ്വന്തമായിട്ടിരുന്ന് കണ്ടും കൊണ്ട് ജീവിച്ചു പോകാൻ നോക്ക്. ചുമ്മാ വന്ന് നാട്ടുകാരുടെ ഇലയിൽ വീണ്ടും കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് ഇട്ട് കൊടുക്കാറ്. നന്നാവൂലെന്ന് അറിയാം, എന്നാലും ഉപദേശിക്കുന്നില്ല. എങ്കിലും ഒന്ന് മനസ്സിലാക്കുക, ഒരു പൊടിക്ക് അടങ്ങ്. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്.